എന്താ സംഗതി? വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതിന് വിരുദ്ധമായി മൗലിദ് കിതാബിൽ പഠിപ്പിക്കുന്നുവെന്ന് ബോധ്യപ്പെടുത്താൻ ഹമീദ് മുഫ്തി ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അതിന് ഉദാഹരണം പറഞ്ഞു, നൂഹ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ ആ വെള്ളപ്പൊക്കത്തിൽ നിന്ന് നൂഹ് നബിയെയും അനുയായികളെയും രക്ഷപ്പെടുത്തിയത് പടച്ച റബ്ബാണ് എന്ന് ഖുർആൻ പറയുന്നു. പക്ഷെ മൗലിദ് കിതാബിൽ പറയുന്നു, ഒരിടത്ത് പറഞ്ഞു നൂഹ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇസ്തിഗാസ ചെയ്തിട്ടാണ് രക്ഷപ്പെട്ടത്. ഏത് വിശ്വസിക്കണം സഹോദരാ എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രഭാഷണം. അതിന് പ്രാമാണികമായി പ്രതികരിക്കാൻ മനസ്സിലാക്കാവില്ല. കാരണം മൗലിദിൽ വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ ഖുർആൻ ഒഴിവാക്കേണ്ടി വരും, ഖുർആൻ വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ മൗലിദിലുള്ളത് മാറ്റി വെക്കേണ്ടി വരും. രണ്ടും നിവൃത്തില്ല. തൽക്കാലം മനസ്സിലാക്കാൻ മനസ്സിലാക്കി അതിന് നമ്മൾ തൊടാൻ പോകേണ്ട വേറെ വല്ല വഴിയുണ്ടോ നോക്കി. അപ്പോഴാണ് ഹമീദ് മുസ്ലിയാർ പ്രസംഗിച്ചപ്പോ നൂഹ് നബിന്റെ കാലത്ത് വെള്ളപ്പൊക്കം ഉണ്ടായി എന്നുള്ളത് ലൂത്ത് നബിന്റെ കാലത്ത് വെള്ളപ്പൊക്കം ഉണ്ടായി എന്ന് പറഞ്ഞു പോയി ഒരു അയിമിനാണ്ട് കൂടി. ഇതൊരു കിട്ടലാ നമുക്ക്. അതാണ് മുറിച്ച് കേൾപ്പിച്ചു കൊടുത്താൽ പിന്നെ ബാക്കിയൊന്നും മറുപടി പറയേണ്ട ആവശ്യമില്ല എന്നവര് മനസ്സിലാക്കി. അല്ലെങ്കിൽ മാന്യന്മാരാണെങ്കിൽ തിരിച്ചൊരു മറുപടി എന്നാലും പറഞ്ഞു കൊടുക്കണ്ടേ? ഇപ്പൊ ഈ തെറ്റ് പിടിച്ചാൽ തന്നെ അതിനൊപ്പം മറുപടിയും പറയണല്ലോ. ഇത് രണ്ടും എതിരല്ല, ഖുർആനിൽ പറഞ്ഞതും മൗലിദിൽ പറഞ്ഞതും തമ്മിൽ വിരുദ്ധമല്ല എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണ്ടേ? പക്ഷെ അതിനവരെ കൊണ്ട് കഴിയില്ല. അപ്പൊ ഇത് മുറിച്ചത് കണ്ടോ, ലൂത്ത് നബിയുടെ കാലത്ത് വെള്ളപ്പൊക്കം ഉണ്ടായിന്നാ പറഞ്ഞത്. ഇവരെ ആലിമീങ്ങള് ഇതാപല വല്ല പണ്ഡിതന്മാര് എന്ന് പറഞ്ഞിട്ട് അത് ക്ലിപ്പാക്കിയിട്ട് നാടുന്നീകളെ എല്ലാ മുസ്ലിയാക്കന്മാരും അതുമായി നടക്കുക. അമീർ മുസ്ലിയാർക്ക് തന്നെ പിന്നെ തിരുത്തി കൊടുത്തു, നിങ്ങൾ പറഞ്ഞ് തെറ്റിയിട്ടുണ്ട്, ലൂത്ത് നബി അല്ല നൂഹ് നബിയാണ്. പക്ഷെ പെട്ടെന്ന് അദ്ദേഹത്തിന് ബോധ്യം വന്നില്ല, അദ്ദേഹം നല്ല ലൂത്ത് നബി തന്നെയാണ്. പക്ഷെ അല്പം മുമ്പോട്ട് പോയപ്പോ അദ്ദേഹത്തിന് ബോധ്യമായി ഞാൻ പറഞ്ഞിട്ട് അബദ്ധമുണ്ട്, തെറ്റിയിട്ടുണ്ട്, ധാരണപ്പശകുണ്ട്. അദ്ദേഹം ഉടനെ പറഞ്ഞു ധാരണപ്പശകാണ്, തിരുത്തുന്നു, ഇനി അതുമായി നടക്കണ്ട. കേട്ടോ നിങ്ങൾ, അവര് സാധാരണ പ്രദർശിപ്പിക്കുന്ന ആ കഷ്ണം. രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ഗംഭീരമായ ജലപ്രളയം, തൂഫാനുണ്ടായി, വെള്ളപ്പൊക്കമുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെപ്പറ്റി പറയുന്നെന്താ? വനജ്ജയ്നാഹു വഅഹ്ലഹു മിനൽ കർബിൽ അളീം. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനെയും ആ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ അഹ്ലുകാരെയും നജ്ജയ്നാ, നമ്മളാണ് രക്ഷപ്പെടുത്തിയത്. ഖുർആനിൽ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ലൂത്ത് നബി അല്ലട്ടോ, നൂഹ് നബി അലൈഹി അല്ല, ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്താ തൂഫാൻ ഉണ്ടായത്. അങ്ങനെ തന്നെ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്താ തൂഫാൻ ഉണ്ടായത്. നിങ്ങൾ താങ്ങി നടക്കുന്ന മൗലവിമാരുടെ വിവരമാണിത്, പഠിച്ചോളൂ. അലവി സക്കാത്ത് തന്നെ അത് ഇട്ട് അയാൾ പറയുന്ന കമാൻഡ് അടക്കം ശ്രദ്ധിക്കുക. അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ നോക്കിക്കൾ, ഇതാണ് ഞാൻ പറഞ്ഞത്. മൗലവി, ഇവർ താങ്ങിക്കൊണ്ട് നടക്കുന്ന മൗലവിമാരുടെ മഹാപാണ്ഡിത്യമാണ് നമ്മൾ ഈ കാണുന്നത്. കഴിഞ്ഞോ നിങ്ങൾ? കണ്ടോ സഹോദര, ഇതിട്ടിട്ട് കണ്ടോ, ഇതാ ആലിമീങ്ങള്, ഇതാ പണ്ഡിതന്മാര്. വെള്ളപ്പൊക്കമുണ്ടായത് നൂഹ് നബിന്റെ കാലത്താണ് എന്ന് പോലും അറിയാത്തവര് ഇവരാണോ പണ്ഡിതന്മാർ എന്നാണല്ലോ ഇപ്പൊ കമാൻഡ് നമ്മൾ കേട്ടത്. ഈ കമാൻഡ് എവിടെ കിട്ടി? അത് ഞാൻ കാണിച്ചു സാറിന്. അതിന് മുമ്പ് എന്താ യാഥാർത്ഥ്യം? ഹമീദ് മുസ്ലിയാർ നേരത്തെ പറഞ്ഞ പോലെ അബദ്ധം വന്നു, അദ്ദേഹം തന്നെ തൊട്ടുടനെ തിരുത്തുകയും ചെയ്തു. ആ തിരുത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ശേഷം എന്നെ ബാക്കിയാണ് ശ്രദ്ധിച്ചോളൂ നിങ്ങൾ. ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ഗംഭീരമായ ജലപ്രളയം, തൂഫാനുണ്ടായി, വെള്ളപ്പൊക്കമുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെപ്പറ്റി പറയുന്നെന്താ? വനജ്ജയ്നാഹു വഅഹ്ലഹു മിനൽ കർബിൽ അളീം. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനെയും ആ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ അഹ്ലുകാരെയും നജ്ജയ്നാ, നമ്മളാണ് രക്ഷപ്പെടുത്തിയത്. ഖുർആനിൽ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ലൂത്ത് നബി അല്ലട്ടോ, നൂഹ് നബി അലൈഹി അല്ല, ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്താ തൂഫാൻ ഉണ്ടായത്. അങ്ങനെ തന്നെ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്താ തൂഫാൻ ഉണ്ടായത്. പടച്ചോൻ ഖുർആനിൽ പറയുക നജ്ജയ്നാഹു, ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനെ നമ്മളാണ് രക്ഷിച്ചത്, വഅഹ്ലഹു, അദ്ദേഹത്തിന്റെ അഹ്ലുകാരെ നമ്മളാണ് രക്ഷിച്ചത് എന്ന് പടച്ചോൻ പറയാം. ഒരായത്തിലല്ല, വേറെയും ആയത്തിൽ വഅൻജയ്നാഹു വഅസ്ഹാബസ് സഫീനതി വജഅൽനാഹാ ആയത്തൻ ലിൽ ആലമീൻ. ഉസ്താദന്മാരെ, ആലിമീങ്ങളെ, ഉസ്താദന്മാരെ ഒന്ന് മനസ്സ് തുറക്ക്.
വഅൻജൈനാഹു ലൂത്ത് നബി അലൈഹിസ്സലാമിനെയും വഅസ്ഹാബ സഫീനത്തി ആ കപ്പലുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും നമ്മളാണ് രക്ഷിച്ചത്. അല്ലാഹു ഖുർആനിൽ പറയുക. ഇത് നമ്മൾ വിശ്വസിക്കണോ വിശ്വസിക്കണ്ടേ? വിശ്വസിക്കണം. വിശ്വസിച്ചാൽ മുഅ്മിനാണ്, വിശ്വസിച്ചില്ലെങ്കിലോ കാഫിറ. ഇതിന്റെ വിപരീതം വിശ്വസിച്ചാലോ തടിച്ച കാഫിറാണ്, അല്ലേ? എന്നാ കേട്ടോ, വസ്തഗാസ ബിഹി നൂഹും ഫനജാ മിനർ റദാ. വസ്തഗാസ ബിഹി മുഹമ്മദ് നബിയോട് സഹായം തേടി നൂഹ്. സോറി, അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ എൻ്റെ അടുത്ത് ധാരണപ്പിഴവ് വന്നതാണ് കേട്ടോ. കുറേ ദിവസമായി പരിപാടിക്കൊന്നും പോരില്ല, വലിയ വയസ്സനായി, 60 വയസ്സോളമായി. അപ്പോൾ ധാരണ പേച്ചത് അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ലൂത്ത് നബി അല്ല, നൂഹ് നബിന്റെ കാലത്താണ് ജലപ്രളയം തുഫാൻ ഉണ്ടായതും കപ്പലുണ്ടാക്കാൻ പറഞ്ഞതൊക്കെ. അതിൻ്റെ അടുത്ത് പേച്ചതാണ്, തെറ്റ് തിരുത്തുന്നു. നൂഹ് നബി അലൈഹി ഇസ്ലാമിനെയും അസ്ഹാബ് സഫീനത്തി ആ കപ്പലിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും രക്ഷിച്ചത് നമ്മളാണ് എന്ന് ഖുർആനിൽ പറയുമ്പോൾ, പടച്ച റബ്ബ് പറയുമ്പോൾ വസ്തഗാസ ബിഹി നൂഹൻ മുഹമ്മദ് നബിയോട് നൂഹ് നബി അലൈഹി ഇസ്ലാം സഹായം തേടി ഫനജാ മിനർ റദാ. അതുകൊണ്ടാണ് നൂഹ് നബി അലൈഹി ഇസ്ലാം തൂഫാനിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇവിടെയാണ് സുന്നി സഹോദരന്മാരെ മനസ്സിലാക്കേണ്ടത്. കണ്ടോ, അദ്ദേഹം തന്നെ തിരുത്തി പറഞ്ഞു, അബദ്ധമാണ്, ധാരണ പെശകാണ്, പ്രായമായി സുഖമില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ അബദ്ധം എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ആത്മാർത്ഥമായി അദ്ദേഹം തിരുത്തി. ശേഷം ആ വിഷയം പറഞ്ഞു കഴിഞ്ഞ് അതങ്ങ് അവസാനിപ്പിച്ചിട്ട് അദ്ദേഹം ഒന്നുകൂടെ പറഞ്ഞു, മനുഷ്യ സഹജമാണ്, സ്വാഭാവികമാണ് തെറ്റുപറ്റത്, അത് തെറ്റുപറ്റ തിരുത്തലാണ് വേണ്ടത്, ഞാനത് തിരുത്തിയിരിക്കുന്നു, ഇത് അബദ്ധമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. നോക്കൂ, ഇനി ഒരു കാലത്ത് ഇത് ക്ലിപ്പുമായി നടക്കും, ഇത് കൊണ്ടടക്കും, എന്നിട്ട് ചോദിക്കും ഇവരാണോ പണ്ഡിതന്മാർ ചോദിക്കും എന്ന് പറഞ്ഞിട്ട് ഹമീദ് മുസ്ലിയാർ അവിടെ പറഞ്ഞ പദങ്ങളുണ്ട്. ആ പദപ്രയോഗം തന്നെയാണ് നമ്മൾ പല വിസക്കാത്തിലൂടെ കേട്ടത്. ഹമീദ് മുസ്ലിയാർ ആ പറയുന്ന ഭാഗം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. സുഹൃത്തുക്കളെ, മനുഷ്യസഹജമായ ചില തെറ്റുകളൊക്കെ ആരെടുത്തും വരും. നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കാലത്താണ് തൂഫാൻ ഉണ്ടായത്, അത് ലൂത്ത് നബി അലൈഹി സ്വലാമിന്റെ കാലത്ത് എന്ന് പിഴച്ച് ഞാൻ പറഞ്ഞു പോയി. ഇനി കണ്ടോ നിങ്ങൾ, ഒരു കാലത്ത് എവിടെയെങ്കിലുമൊക്കെ ഇത് കിളിപ്പിടും, അപ്പുറം ഇപ്പുറമൊന്നും ഇടൂല. ഞാൻ തന്നെ ഇത് തിരുത്തി പറയുന്നുണ്ട്, അതൊന്നും ഇടൂല. ഇത് പറഞ്ഞത് കണ്ടോ, ഇവരെ പണ്ഡിതന്മാരാണോ ഇത്? നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കാലത്തുണ്ടായ തൂഫാൻ ലൂത്ത് നബി അലൈഹി സ്വലാമിന്റെ കാലത്ത് എന്നാ പറയുന്നത്. തൂഫാൻ ഉണ്ടായത് നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കാലത്താണെന്ന് പോലും അറിയാത്ത വിഡ്ഢികൾ ഇവരാണ് ഇവരെ പണ്ഡിതന്മാരെന്നൊക്കെ പറഞ്ഞ് ക്ലിപ്പിടും. ഇതാണ് ഇവിടെ ക്ലിപ്പിന്റെ എല്ലാത്തിൻ്റെയും സ്ഥിതി. അതിന്റെ അപ്പുറം ഇപ്പുറം കണ്ടാലോ അതോടുകൂടെ കഴിഞ്ഞ് സംഗതി കഴിഞ്ഞ് ഒരു ലുക്കും ഉണ്ടാവില്ല. ഇതാ സ്ഥിതി. അതുകൊണ്ട് ഞാൻ പറയാണ്, മനുഷ്യസഹജമായി ഒന്ന് വന്നുപോയതാണ്, അത് ക്ലിപ്പിടാനൊന്നും നടക്കണ്ട. ഇനി നടന്നാലും ഞങ്ങൾക്ക് അതുകൊണ്ടൊരു തുക്കുമില്ല, ഞങ്ങൾ തിരുത്തും ചെയ്യും കേട്ടോ. കണ്ടോ സഹോദരി, എത്ര ആത്മാർത്ഥമായിട്ടാ തിരുത്ത്. ലവലേശം ഒരു ദുരുദ്ദേശവുമില്ലാതെ ഒരു സ്വാർത്ഥവുമില്ലാതെ ആത്മാർത്ഥമായി തിരുത്തിയിട്ട് പിന്നെയും അതിൽ നിന്ന് മുറിച്ചെടുത്ത് ഇനി ഇങ്ങനെ പറയുമെന്ന് അവര് പറഞ്ഞ ആ വാക്ക് തന്നെയും കടമെടുത്ത് അത് തന്നെയും പറയണമെങ്കിൽ അല്പം തൊലിക്കെട്ടൊന്നും പോരാ. ആ തൊലിക്കെട്ടിന്റെ അളവത്രേ, അത് അലവി സക്കാത്ത് എന്നെ പറഞ്ഞുതരും, കേട്ടോളൂ നിങ്ങൾ. അയാളുടെ തോലിന്റെ കട്ടി 1.5 മീറ്റർ, ഭയങ്കര. ഒരു 2 ഇഞ്ച് ആ വലിപ്പമുള്ള ആണിയൊക്കെ അയാളുടെ ശരീരത്തിൽ അടിച്ചാലും ഇറച്ചിമക്ക് തട്ടൂല, കാരണം തോലിന്റെ അത്രയും കട്ടിയ. അതാണ് സത്യം.